മുടി കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങിയത് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാത്തവർ താഴെ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ കാണണേ. അപ്പോൾ ഇന്ന് ഡേ 4 ആണ്. ഡേ 4-ൽ നമ്മൾ 2 ടോണേഴ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യത്തേത് ഉലുവ, രണ്ടാമത്തേത് നമ്മുടെ റോസ്മേരി. ഉലുവ എന്ന് പറയുമ്പോൾ പണ്ട് മുതൽ തന്നെ ഞാൻ യൂസ് ചെയ്ത് വന്ന ഒരു ടോണർ എന്ന് വെച്ചാൽ ഉലുവയാണ്. റോസ്മേരി എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ്ലി വന്ന ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറിയ ഒരു ഹെയർ കെയർ ആണ് നമ്മുടെ റോസ്മേരിയുടെ ടോണറൊക്കെ അല്ലേ. പക്ഷേ റോസ്മേരി എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കണം. പുറത്ത് പോയിട്ട് അങ്ങനെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരിയുടെ പകരം കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഉലുവ. കമ്പാരിറ്റീവ്ലി റോസ്മേരി ആണോ അതല്ലെങ്കിൽ ഉലുവയാണോ കൂടുതൽ റിസൾട്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും നമ്മുടെ ഉലുവ തന്നെയാണ്. കാരണം പേഴ്സണലി ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഹെയർ കെയറാണ് നമ്മുടെ ഉലുവ വെച്ചിട്ടുള്ളത്. റോസ്മേരി മോശം എന്നല്ല, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഉലുവയാണ് ഹെയർ ഗ്രോത്തിന് റോസ്മേരിയേക്കാളും കുറച്ചും കൂടി എഫക്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ ഉലുവ വെച്ചിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് രാത്രി തന്നെ കുതിരാൻ വേണ്ടി വെക്കാം. പിറ്റേ ദിവസം ഓവർനൈറ്റ് വെക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഉലുവ നല്ല രീതിക്ക് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ അതൊന്ന് ഞെരടി എടുത്തതിന് ശേഷം ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ടോണർ റെഡിയായി കഴിഞ്ഞു. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 10 മടങ്ങുമാണ്. അപ്പോൾ ഈ ഒരു ടോണർ നിങ്ങൾ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേ 4-ൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡേ 3 നമ്മൾ നല്ല രീതിക്ക് തന്നെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു. രാത്രി ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഡേ 4 രാവിലെ എണീച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ ഒരു 2-3 തുള്ളി എടുത്തതിന് ശേഷം സ്കാൽപ്പിലല്ല ജസ്റ്റ് ഒന്ന് മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഒരുപാടല്ല, 2-3 തുള്ളി മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ടോണർ ഉണ്ടല്ലോ ഉലുവയുടെ വെള്ളം, ഇത് നിങ്ങളുടെ തലയോട്ടിയിലും നിങ്ങളുടെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ വകച്ചിലെടുത്ത് സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പം മഞ്ഞുകാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദത്തിനും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കോൾഡ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ തൊണ്ടവേദന വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. സാധാരണ നമ്മൾ ടോണേഴ്സ് മുടി വളരാൻ വേണ്ടിയിട്ട് രാവിലെയും രാത്രിയും നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ഒരു പക്ഷേ പ്രശ്നമില്ലാത്തവർക്ക് നിങ്ങൾക്ക് രാവിലെയും രാത്രിയും ഈ ഒരു ടോണർ ഉപയോഗിക്കാം മുടി ഹെയർ വാഷ് ചെയ്യാതെ. പക്ഷേ പ്രശ്നമുള്ളവരാണ്, പെട്ടെന്ന് തൊണ്ടവേദനയും ജലദോഷമൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ്, കൂടുതലൊന്നും വെക്കേണ്ട, 5 to 10 മിനിറ്റ് വെച്ചതിന് ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയെടുക്കുക. എന്നിട്ട് രാത്രി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, മുടി കെട്ടി വെച്ചിരുന്നാൽ മതി. സാധാരണ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ്. എല്ലാ ദിവസവും ഹെയർ നനയ്ക്കാറില്ല, ടോണർ അപ്ലൈ ചെയ്ത് ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു ഹെയർ കെയർ ഈ ഒരു ചാലഞ്ച് കഴിഞ്ഞാലും നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു ടോണർ യൂസ് ചെയ്ത് വന്നാലുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് എന്ന് വെച്ചാൽ നല്ലൊരു ഡിഫറൻസ് തരുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടോണറാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ മാത്രം നിങ്ങൾ ഉപയോഗിക്കൂ. സൂപ്പറായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ റോസ്മേരിയുടെ ടോണർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ അറ്റർ ആയുർവേദ എന്നുള്ള ബ്രാൻഡിൻ്റെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്മേരി ഞാൻ ഇന്നിവിടെ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് റോസ്മേരി മാത്രമല്ലാതെ റോസ്മേരിയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ ഞാൻ എക്സ്ട്രാ നമ്മുടെ ഉലുവയും ആഡ് ചെയ്തു. ഇത് ഞാൻ ആഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാമോ, എൻ്റെ അമ്മയ്ക്ക് നല്ല രീതിക്ക് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പ്രായം കൂടി വരികയല്ലേ, ഇനി കൊഴിഞ്ഞു കഴിഞ്ഞാൽ മുടി വളരുമോ എന്നുള്ളത് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഞാൻ പറയണത് ഒരു ചെവി കൊണ്ട് പോലും കേൾക്കണില്ല, ഞാൻ പറയണത് അമ്മയ്ക്ക് വിശ്വാസമില്ല, ഇനിയൊന്നും വളരില്ല എന്നുള്ളതായിരുന്നു. എന്നാലും അമ്മ ഞാനൊരു ടോണർ പറഞ്ഞു തരാം, അത് യൂസ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഒരു തവണ അമ്മയ്ക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ചെയ്തത്. ശരിക്കും
ഈ ഒരു ടോണർ റോസ്മേരി മാത്രമല്ലാതെ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴുണ്ടല്ലോ അമ്മയ്ക്ക് ഒരു കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40-45 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കൊഴിഞ്ഞുപോയ മുടികളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് കിളിർത്ത് ഫുള്ളായിട്ട് തന്നെ കുറ്റി കുറ്റി മുടികൾ പൊന്തിയത് വിസിബിളായിട്ട് അമ്മയ്ക്ക് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് ആണ് എനിക്കും. റോസ്മേരി തരംഗം ആയപ്പോഴാണ് ഞാൻ അമ്മയ്ക്ക് റോസ്മേരി ശരി ടോണർ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞ് എടുത്തത്. എന്നാലും ഉലുവ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ട് ഉലുവയും കൂടെ ഞാൻ മിക്സ് ചെയ്തു. എനിക്ക് തോന്നുന്നു രണ്ടും മിക്സ് ചെയ്തപ്പോഴാണ് ഇത്രമാത്രം പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അമ്മ രാവിലെയും രാത്രിയും ഈ ഒരു ടോണർ യൂസ് ചെയ്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ നമ്മുടെ റോസ്മേരി, 1 ടേബിൾ സ്പൂൺ ഉലുവ, ഇതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് കറക്റ്റ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ചു. കറക്റ്റ് ഒരു 10 to 15 മിനിറ്റ് വരെ നിങ്ങളിത് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം. എന്നാലാണ് ഗുണങ്ങൾ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. അതിനുശേഷം ഇത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഈ ഒരു ടോണർ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്തന്നെ വെക്കാം. 1 വീക്ക് വരെ പുറത്തന്നെ വെച്ച് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ടോണർ യൂസ് ചെയ്യാം. രാവിലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമറ്റിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 നേരവും ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ ഡേ 4 നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, അതിനുള്ള ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. ഇനി നമ്മൾ നമ്മുടെ ഡേ 5 ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.